സ്വീറ്റി ഷെട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നായികയുണ്ട്. വെള്ളിത്തിരയിലൊക്കെ എല്ലാവരും നിറഞ്ഞു കണ്ടിട്ടുള്ള നായികയാണ്. അടിപൊളി നായികയാണ്. ദേവസേനയായിട്ട് അഭിനയിച്ച നടിയാണ് സ്വീറ്റി ഷെട്ടി. ഏ ഏ? ഏ? അങ്ങനെ ചിന്തിക്കേണ്ട. സ്വീറ്റി ഷെട്ടി എന്നാണ് ഈ നായികയുടെ യഥാർത്ഥ പേര്. പക്ഷെ എല്ലാവരും അറിയപ്പെടുന്നത് അനുഷ്ക ഷെട്ടി എന്നാണ്. അനുഷ്ക എന്ന് പറഞ്ഞാലാണ് എല്ലാവരും അറിയുകയുള്ളൂ. അനുഷ്ക ആദ്യമായിട്ട് 2005-ലാണ് തെലുങ്ക് സിനിമാ ലോകത്തേക്ക് കടന്നു വന്നത്. ഇപ്പൊ 2025-ൽ അനുഷ്കയുടെ ഘാട്ടി എന്നൊരു ചിത്രം കടന്നു വരാൻ പോകുന്നു. നായികയായിട്ടാണ് അനുഷ്ക ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ഈ ചിത്രത്തില് വിക്രം പ്രഭു ഉണ്ട്, അതുപോലെ തന്നെ രമ്യ കൃഷ്ണൻ, അതുപോലെ ജഗപതി ബാബു, ഇവരൊക്കെ അഭിനയിക്കുകയാണ്. അപ്പൊ 2023 ആ വർഷത്തിൽ അനുഷ്ക അഭിനയിച്ച് നിർത്തിയതിന് ശേഷം പിന്നെ കടന്നു വരുന്നത് ഈ 2025-ലാണ് കേട്ടോ. അപ്പൊ അനുഷ്ക എവിടെ പോയി അനുഷ്ക ഷെട്ടി എവിടെ പോയി, നാട് വിട്ടാ, അയ്യോ അനുഷ്ക ഷെട്ടി എങ്ങോട്ട് പോയി എന്നൊക്കെ ചോദിച്ച ആളുകൾ ഇപ്പൊ അതിനുള്ള ഒരു ഉത്തരമായിട്ട് തന്നെയാണ് അനുഷ്കയുടെ ഒരു കടന്നുവരവ്. ഘാട്ടി എന്ന ഒരു ആഗോള റിലീസായിട്ട് കടന്നു വരുന്ന ചിത്രമാണ് ഘാട്ടി. പേര് തന്നെ കിട്ടിയില്ലേ, ഘാട്ടി. ഈ ചിത്രത്തിന്റെ സംവിധാനം ക്രിഷ് ജഗർലാമൂഡിയാണ്. അടിപൊളി ഒരു സംവിധായകനാണ് അദ്ദേഹം. ഒരുക്കുന്ന ഈ ചിത്രമാണ്. അങ്ങനെ ഈ ചിത്രം 2025 സെപ്റ്റംബർ 5-ന് ആഗോള തലത്തിൽ റിലീസാവുകയാണ്. ഈ ചിത്രത്തിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ ഡ്രാമയാണ്, ക്രൈം ഡ്രാമയാണ്. അതുപോലെ തന്നെ ഒരു കുറ്റവാളി പിന്നീട് എല്ലാവരുടെയും വേണ്ടപ്പെട്ട ഒരു താരമായി, ഇതിഹാസമായി മാറുന്ന ഒരു ഇരയുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. ഘാട്ടി. പേരിനൊരു വ്യത്യസ്തത ഉണ്ടല്ലേ, അടിപൊളിയാണ്. അതുപോലെ അപ്പൊ ആ ചിത്രം അങ്ങനെ കടന്നു വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ അനുഷ്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ അനുഷ്ക ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. വാനം, ദൈവത്തിരുമകൾ, അതുപോലെ തന്നെ ബാഹുബലി, രുദ്രമ്മ ദേവി, അതൊക്കെ കിടു റോളാണ് അനുഷ്കയുടെ. അനുഷ്ക ചെയ്തിട്ടുള്ള കിടിലൻ റോളാണ്. പക്ഷെ എപ്പോഴും അനുഷ്കയ്ക്ക് എതിരെ കേൾക്കുന്ന ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു കുത്തുവാക്ക്, ഒരു കിംവദന്തി എന്നൊക്കെ പറയാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ അനുഷ്കയുടെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളാണ്. ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല അനുഷ്ക. എന്തുകൊണ്ട് അല്ലെങ്കിലും എന്തിനാ അത് നമ്മൾ തിരഞ്ഞു പോകുന്നത്? കുറെ ആളുകൾ അതിങ്ങനെ ചകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ വിവാഹം കഴിക്കാത്തത് എന്താ? അനുഷ്ക വിവാഹം കഴിക്കാത്തത് എന്താ? അവർക്ക് ഇഷ്ടമുള്ളപ്പോ ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടപ്പെട്ട ആരാന്ന് വെച്ചാൽ അവര് വിവാഹം കഴിക്കട്ടേന്നേ. അതിനിങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കുത്തി ഇങ്ങനെ ഈ മണ്ണ് ഇങ്ങനെ മാറ്റി രത്നം തേടി പോകുന്ന പോലെ ചോദിച്ചു പോകുന്നത് എന്താ? കിംവദന്തികൾ, എല്ലാം കിംവദന്തികളാണ് ഇവിടെ. കിംവദന്തിയെ കെട്ടിത്തൂക്കി എന്നൊക്കെ കേട്ടാൽ. അപ്പൊ അനുഷ്കയുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും നമ്മൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരുന്ന ഒരു വാക്യം, പ്രഭാസമായിട്ട് അനുഷ്ക സ്നേഹത്തിലാണ്, പ്രണയത്തിലാണ്, അവരുടെ വിവാഹം ഉടനെ ഉണ്ടാകും എന്നൊക്കെയായിരുന്നു. പിന്നെ ഏതോ ബിസിനസ്സുകാരനായിട്ട് അനുഷ്കയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു, ഉടനെ ഉണ്ടാകും എന്നുള്ള വാർത്തകൾ കുറേ കാലമായിട്ട് കേൾക്കുകയായിരുന്നു. പക്ഷെ അനുഷ്ക അതൊക്കെ നിഷേധിച്ചുണ്ടാ. അതങ്ങനെ ഒന്നുമില്ല, അങ്ങനെയുള്ള യാതൊരുവിധ സ്നേഹമോ ഒരു പ്രണയമോ ഒന്നും എനിക്കില്ല എന്ന് അനുഷ്ക തുറന്നു പറഞ്ഞതോടുകൂടി അതവിടെ സ്റ്റോപ്പ് ഇട്ടു. പക്ഷെ ഇപ്പോഴും പൊന്തി കേൾക്കുന്നുണ്ട് അനുഷ്കയുടെ വിവാഹം ഉടനെ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അനുഷ്ക ഒരു അടിപൊളി താരം തന്നെയാണ്. സിനിമാ ലോകത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന നായികമാരിൽ അടിപൊളി ക്യാരക്ടറാണ് അനുഷ്ക എന്ന ആ കുട്ടി. അനുഷ്കയുടെ ഒരു മലയാള ചിത്രം കൂടി കടന്നു വരാൻ പോകുന്നു. അതാണ് കത്തനാർ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിൽ അനുഷ്ക കള്ളിയങ്കാട്ട് നീലിയാകുന്നു. അങ്ങനെ ഒരു കഥാപാത്രത്തെയാണ് അനുഷ്ക കത്തനാർ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിൽ, ജയസൂര്യാണ് അതിൽ കത്തനാറായിട്ട് വരുന്നത്, ആ ചിത്രത്തിൽ അങ്ങനെ ഒരു വേഷം ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ 2 ചിത്രങ്ങളാണ് ഈ 2025-ൽ അനുഷ്കയുടെ ചിത്രങ്ങളായിട്ട് കടന്നു വരാൻ പോകുന്നത്. അപ്പൊ അതിൽ ആദ്യം ഘാട്ടി വരുന്നു. ഘാട്ടി കടന്നു വരുന്നു. അതുപോലെ തന്നെ അനുഷ്കയുടെ അവാർഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 സൈബ അവാർഡുകൾ അനുഷ്ക നേടിയിട്ടുണ്ട്. പിന്നെ വേറെയും കുറേ അവാർഡുകളൊക്കെ നേടിയിട്ടുണ്ട്. മികവുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറെ കാലമായിട്ട് ആളുകൾ ജനങ്ങൾ പറയായിരുന്നു അനുഷ്കയെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അനുഷ്ക എവിടെ പോയി? സിനിമ അഭിനയം നിർത്തിയ? ഇതെന്തത്? കുറെ കാലമായില്ല ഞങ്ങൾ നോക്കിയിരിക്കുന്നത്. എവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുഷ്ക? എവിടെ അനുഷ്ക ഷെട്ടി? എവിടെ? ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് 2025-ൽ ഘാട്ടി വരുന്നത്. അതുപോലെ തന്നെ കത്തനാറും ഉടനെ എത്തും. അപ്പൊ അനുഷ്കയുടെ ചിത്രങ്ങൾ വൻ വിജയമായി മാറട്ടെ. അനുഷ്ക എന്ന് പറഞ്ഞിട്ടുള്ള ആ താരം മലയാള സിനിമയിലും സിനിമാ ലോകത്തും ഇന്ത്യൻ സിനിമയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിറശോഭയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ബൈ.